ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് എക്സ്പോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ഈർപ്പം കയറും, അല്ലെങ്കിൽ ഉള്ളിൽ പൂപ്പൽ പിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ സ്ക്രീനിനുള്ളിലെ ഈർപ്പത്തെ അല്ലെങ്കിൽ പൂപ്പലിനെ കളയാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. പ്രധാനമായും മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള അവസരങ്ങളിലാണ് ഈർപ്പം കയറുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പൂപ്പൽ പിടിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് കാലം കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗിക്കാതെ വെച്ചാലും പൂപ്പൽ പിടിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു വെളുത്ത കളറിൽ കണ്ടോ, കുറച്ച് ഭാഗത്ത് മാത്രം കുറച്ച് ഓവർ ബ്രൈറ്റ്നസ്. ഇത് പൂപ്പലല്ല, ഇതിനുള്ളിൽ വെള്ളം കയറിയതാണ്. അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ചെയ്യാൻ. കാരണം ഇതൊരു ഇലക്ട്രോണിക് ഉപകരണമായതുകൊണ്ട് ഇതിലുണ്ടാകുന്ന കേടുപാടുകൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൂടെ വേണം നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ ഇതിൻ്റെ പെരിഫറൽസ്, അതായത് ഇതിൻ്റെ പവർ കേബിളും ഇൻപുട്ട് കേബിളും നമ്മൾ റിമൂവ് ചെയ്യണം. ശേഷം ഇതിൻ്റെ ലെഗ് റിമൂവ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഇതേപോലെ ചെറിയൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിൻ്റെ മുൻഭാഗത്തെ ഫ്രെയിം നമ്മൾ അഴിക്കണം. അത് ചെയ്യേണ്ടത് മുകൾ ഭാഗത്തു നിന്നുമാണ്. ഇതേപോലെ ചെറുതായി ഉള്ളിലേക്ക് സ്ക്രൂ ഡ്രൈവർ കയറ്റിയതിന് ശേഷം ഒന്ന് ഉയർത്തി കൊടുത്താൽ നമുക്ക് ആ മുന്നിലത്തെ ഫ്രെയിം ഊരിയെടുക്കാൻ സാധിക്കും. സ്ക്രീനിന് മുന്നിലേക്ക് കാണുന്ന ബട്ടൺസ്, അതിനുള്ളിലെ കേബിൾ പൊട്ടാതെ നമ്മൾ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ അതിൻ്റെ പ്ലാസ്റ്റിക് ഹൗസിംഗ് ഫുള്ളായി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ കാണുന്ന വയറുകൾ, അതിൻ്റെ ലൈറ്റിലേക്ക് പോകുന്ന വയറുകളും അതിൻ്റെ ബട്ടൺസിലേക്ക് പോകുന്ന വയറും ശ്രദ്ധയോടെ റിമൂവ് ചെയ്യണം. ശേഷം അതിന് ചുറ്റും കാണുന്ന ആ ഒരു ടേപ്പ് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കിലെ പാനലിനെ റിമൂവ് ചെയ്യാം. ഇതിനുള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്പ്ലേയിലേക്ക് പോകുന്ന കേബിൾ മുറിയാതെ വളരെ കെയർഫുള്ളായി റിമൂവ് ചെയ്യണം. അതുപോലെ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കേബിൾസും എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്ത് മാറ്റുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനുള്ളിലെ ഡിസ്പ്ലേയുടെ ബോർഡ് ചെറിയൊരു കനം കുറഞ്ഞ നേർത്ത ബോർഡായതുകൊണ്ട് പൊട്ടാതെ വളരെ ശ്രദ്ധയോടെ കൂടെ വേണം റിമൂവ് ചെയ്യാൻ. ഇനി ഇതിന് ചുറ്റും ചെറിയ ക്ലിപ്പുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ചെറിയ ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ചെറിയ ക്ലിപ്പുകൾ. ആ ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? അൺലോക്ക് ചെയ്യണം. അതിനുവേണ്ടി ചെറിയൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ ഉയർത്തി കൊടുത്താൽ ആ ലോക്ക് നമുക്ക് വേർപെടുത്താൻ സാധിക്കും. അതേപോലെ ഈ സ്ക്രീനിന് ചുറ്റും ഒരുപാട് ലോക്കുകൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ ഇതേപോലെ കെയർഫുള്ളായി തന്നെ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു ടൂൾ ഉപയോഗിച്ച്, ചെറിയൊരു നൈസായിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ ഉപയോഗിച്ച് ഇതിന് മുന്നിലെ LCD പാനലിനെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഈ LCD പാനലിൽ നോക്കിയാൽ കുറച്ച് പൂപ്പലുണ്ട്. അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ വൈറ്റ് ബാക്ക് സ്ക്രീൻ, അതായത് ഇതിൽ നിന്നാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുന്നിലുള്ള ഫ്രെയിം ഇതേപോലെ ക്ലിപ്പുകൾ റിമൂവ് ചെയ്താൽ നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ ഒരു ലെയർ കാണാം. ഇപ്പോൾ ഇത് അതിന് മുന്നിലുള്ള ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ്. വീണ്ടും നോക്കിയാൽ പിന്നെയും കാണാം ചെറിയൊരു ഗ്ലാസ് ടൈപ്പ്, ഒരു റിഫ്ലക്ഷൻ വരുന്ന ടൈപ്പുള്ളൊരു ഷീറ്റ്. അതും വളരെ ശ്രദ്ധയോടെ നമ്മൾ മാറ്റി വെക്കണം. ഇനി ഒരു ലെയറും കൂടി ഉണ്ട്, അതും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലാസ്റ്റിക് ഷീറ്റും റിമൂവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതിനുള്ളിലാണ് നമ്മുടെ ആ ഈർപ്പം അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിലെ അവസാനത്തെ ലെയറിലെ, അതായത് മൂന്നാമത്തെ ലെയറിലെ ആ പ്ലാസ്റ്റിക് ഷീറ്റിന് അടിയിലായിട്ടാണ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കയറിയിട്ടുള്ളത്. ഇതിനടിയിൽ ഒരു ഗ്ലാസിൻ്റെ പാനലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് ഷീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വെള്ളത്തിന് അല്ലെങ്കിൽ ആ ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റിനെ ഈസിയായി ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ആ ഷീറ്റുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ബേസ്, ആ ഗ്ലാസ് പാനൽ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക. ശേഷം റിമൂവ് ചെയ്ത എല്ലാ പാനൽ ഷീറ്റുകളും ഓരോന്നോരോന്നായിട്ട് രണ്ട് സൈഡും നല്ലൊരു നേർത്ത തുണി കൊണ്ട് തുടച്ചതിന് ശേഷം തിരിച്ച് അതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കണം.
ഇനി നമ്മൾ അവസാനമായി റിമൂവ് ചെയ്ത ആ പ്ലാസ്റ്റിക് ക്ലിപ്പ് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇനി ആ LCD പാനൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഫിക്സ് ചെയ്യണം. ഇനി അതിൻ്റെ പാനൽ, അതിൻ്റെ പ്രൊട്ടക്ഷൻ കേസ് അതിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഹൗസിങ്ങും തിരികെ ഫിറ്റ് ചെയ്യുക. ഇനി നമ്മൾ റിമൂവ് ചെയ്ത ഡിസ്പ്ലേ ബോർഡും അതിൻ്റെ പവർ ബോർഡും എല്ലാം തന്നെ പഴയതുപോലെ തന്നെ അതിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഇപ്പോൾ ഞാനിതിൽ ചെയ്തപ്പോൾ എൻ്റെ ഡിസ്പ്ലേയുടെ ചെറിയൊരു പ്രിൻ്റ് കീറി പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ പാനൽ ഇനി വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ കൂടെ വേണം ഈ സ്ക്രീൻ അഴിക്കാൻ. ഇപ്പോൾ എല്ലാം തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഈ സ്ക്രീൻ പവർ ഓൺ ആവുന്നുണ്ട്. കണ്ടോ, അടിയിലുള്ള ആ വാട്ടറിൻ്റെ കണ്ടൻറ്റ് അത് റിമൂവ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. കാരണം ആ ഒരു പ്രിൻ്റ് ഇതിൽ നിന്നും വേർപെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക.